ത്രിവേണി സംഗമം നമുക്കറിയാം. 3 കടലുകൾ ഒന്നു ചേരുന്ന സമയമാണ് ഈ ത്രിവേണി സംഗമം. അങ്ങനെ 3 ചേർത്ത് വളരെ പവിത്രമായ പലതുമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് എല്ലാ മതങ്ങളിലും ചില 3 ഇങ്ങനെ ഒരുമിച്ച് വരാറുണ്ട്. റമളാൻ മാസത്തിൽ 27 രാവ് വെള്ളിയാഴ്ച വരുന്ന ചില ദിവസങ്ങളുണ്ട്. അപ്പം നമ്മുടെ പള്ളിയിലൊക്കെ ഉസ്താദന്മാർ പ്രസംഗിക്കും, അവരൊത്തുചേരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇനി ഉസ്താദന്മാർ പ്രസംഗിക്കും ഈ ജുമാ രാവും വെള്ളിയാഴ്ച രാവും പിന്നെ അതോടൊപ്പം റമളാനിലെ 27 രാവും റമളാനും എല്ലാം കൂടെ സംയോജിക്കുന്ന ആ രാവിനെക്കുറിച്ച് പറയാറുണ്ട്. അത് മതപരമായ രാവാണ്. പിന്നെ കലയിലും സാഹിത്യത്തിലുമൊക്കെ വലിയ പ്രശസ്തരായ 3 നടന്മാർ, തെന്നിന്ത്യയിലെ ഇന്ന നടൻ, പാൻ ഇന്ത്യയിലെ ഇന്ന നടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും സംഗമങ്ങൾ പറയാറുണ്ട്. ഞാൻ പറയാൻ വരുന്നത് ഈ സംഗമത്തെക്കുറിച്ചൊന്നുമല്ല. ഞാൻ പറയാൻ വരുന്നത് വേറൊരു ത്രികക്ഷി സംഗമം നടന്നു. ആ സംഗമം നടന്നത് സാക്ഷാൽ എം വി ഗോവിന്ദൻ മാഷ്, പിന്നെ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ, പിന്നെ ടി.പി. സെൻകുമാർ. അവർ 3 പേരും ഒരുമിക്കുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ അവർ 3 പേരും ഇപ്പോൾ ഒന്നിച്ചത് വേറൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ മീഡിയ വണ്ണിനെതിരെയാണ് അവരൊന്നിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ചോദിക്കും, മീഡിയ വണ്ണിൻ്റെയും മാധ്യമത്തിൻ്റെയും എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ടോയെന്ന്. ഒരു കാരണവശാലും യോജിപ്പില്ല. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഈ ഒത്തുചേരൽ. ഈ ഒത്തുചേരൽ മീഡിയ വണ്ണിൽ മാത്രമല്ല, മതരാഷ്ട്രവാദത്തിലും ഇവർ 3 പേരും ഒത്തുചേരാറുണ്ട്. ആ ഒത്തുചേരൽ ഒരു കൗതുകമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഗോവിന്ദൻ മാഷ് നല്ല ഫോമിലെന്ന് പറഞ്ഞാൽ കടുത്ത ഫോമിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫോം പരിശോധിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ്. ഇതിന് മുമ്പത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു സെക്രട്ടറി. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ ആദ്യം നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ ആയതുകൊണ്ട് വളരെ ഗൗരവമായ പല നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു നിരീക്ഷണം അത് വലിയ ചർച്ചയായിരുന്നു. അതിശക്തമായ ഒരു നിരീക്ഷണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതൊന്ന് കഴിയും. ഞങ്ങൾ തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അതാ മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും. എന്ന് പറഞ്ഞാൽ അർദ്ധ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലെ കേട്ടോ, കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മുതലാളിത്ത സമൂഹത്തിൽ അതാണ്. അപ്പോ ഏറ്റവും താഴെയുള്ള ഇതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഫോമായി നിൽക്കുന്നത്. പാവങ്ങളെന്നുള്ള പേര് പോലും ഡിക്ഷണറി കാണത്തില്ലെന്നാണ് പറയുന്നത്. സംഗതി ഞെട്ടിപ്പോവും. അമേരിക്കയ്ക്ക് പോലും ഇത്രയും നാളായിട്ട് പാവങ്ങൾ എന്ന വാക്ക് അവരുടെ ഡിക്ഷണറിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. വികസിത രാജ്യങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മാഷിനോട് ആരും ചോദിക്കരുത്, 4-5 തവണ തുടർച്ചയായി പശ്ചിമ ബംഗാളിൽ കിട്ടിയിട്ട് അവിടെ പാവങ്ങളെന്നുള്ള പേര് മാറ്റാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ആ പാവങ്ങളിപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ രാജ്യത്തും നടന്ന് കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിയെടുത്ത് അവിടെ ജീവിക്കുക. മാഷ് പറഞ്ഞ സത്യമാണെങ്കിൽ ബംഗാളിലേക്ക് നമ്മൾ സൗദി അറേബ്യയിലും UAE-യിലേക്കുമൊക്കെ പണിക്ക് പോകുന്നത് പോലെ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇപ്പം റോഡിൽ വഴി തിരക്കാൻ വേണ്ടി തലയിട്ട് ചോദിച്ചാൽ പോലും കാണുന്നത് ഒരു ബംഗാളിയാണ്. അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഏതായാലും സാക്ഷാൽ ഈ പറഞ്ഞ ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത്, മീഡിയ വൺ ഒരു കാളകൂട വിഷമാണ് എന്നാണ് പറഞ്ഞത്. മീഡിയ വൺ സവിശേഷമായി ഇപ്പോൾ ഒരു കാളകൂട വിഷമാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മീഡിയ വണ്ണിന് നേതൃത്വം നൽകുന്ന ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അടുത്ത ഭരണത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ബാലൻ മാഷും നമ്മളെ താക്കീത് ചെയ്തിട്ടുണ്ട്. ആ താക്കീത് രണ്ടും നിലനിൽക്കുന്നതുകൊണ്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഈ കാര്യത്തെ അവഗണിക്കാൻ പറ്റില്ല. ഗോവിന്ദൻ മാഷ് ഇത് പറഞ്ഞതുമല്ല, വളരെ അപൂർവമായിട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിക്കർ രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ ഗോവിന്ദൻ മാഷിന് പണിക്കർ കൈയടിച്ചാൽ പിന്നെ തീർന്നു. ഗോവിന്ദൻ മാഷിന് വളരെ അപൂർവമായിട്ടേ പണിക്കർ കൈയടിക്കാറുള്ളൂ. അങ്ങനെ പണിക്കർ കൈയടിച്ചു. ഈ പണിക്കർ കൈയടിച്ച് നിൽക്കുന്ന വേളയിൽ തന്നെ സാക്ഷാൽ പണിക്കരെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ
മുൻ DGP സെൻകുമാർ സാർ. പണിക്കർ കൈയടിച്ച വാർത്ത അറിഞ്ഞോ അറിയാതെയോ സെൻകുമാർ സാർ അതിനേക്കാൾ കടുപ്പത്തിൽ കൈയടിച്ചു. മീഡിയ വൺ ചാനലിനെ കാളകൂടവിഷമെന്ന് വിശേഷിപ്പിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സഖാവിനെയാണ് സെൻകുമാർ സാർ പിന്തുണച്ചത്. ഗോവിന്ദൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും ഗസയെക്കുറിച്ചും ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുന്നതിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ് മീഡിയ വണ്ണിന് പറയാനുള്ളതെന്നും സെൻകുമാർ ചോദിച്ചു. എന്ന് മാത്രമല്ല, സെൻകുമാർ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴുണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യയേക്കാൾ 7 ഇരട്ടിയാണ് ഇപ്പോഴത്തെ മുസ്ലിം ജനസംഖ്യയെന്ന് അദ്ദേഹം മീഡിയ വൺ എഡിറ്ററോട് പറയുകയും ചെയ്തു. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 7 ഇരട്ടിയുണ്ടത്രേ മുസ്ലിം ജനസംഖ്യ. 40-45 വർഷം മുമ്പ് സെൻകുമാർ സാറിന് കുട്ടികളില്ലായിരുന്നു. ഇപ്പോൾ എത്ര കുട്ടികളുണ്ട് എനിക്കറിയില്ല കേട്ടോ. അതുപോലെ ഒരുപാട് മനുഷ്യർക്ക് അങ്ങനെ കുട്ടികൾ 1 ഇരട്ടിയായും 2 ഇരട്ടിയായും ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് സെൻകുമാർ സാർ ഇത് പറയുന്നത്. എന്ന് മാത്രമല്ല, ഗസയെക്കുറിച്ചും ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കുന്നതിനെക്കുറിച്ചുമാണ് എപ്പോഴും മീഡിയ വൺ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന സിനിമയിലെ പോലെ നമ്മുടെ ഹരികുമാർ സാറിൻ്റെ ഒരു മനോഹരമായ ഈ സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു മാരകമായ രോഗത്തിനടിമപ്പെട്ട ഒരാളിനെ മമ്മൂട്ടി അഭിനയിച്ച് കാണിക്കുന്ന ആ ചിത്രത്തിലെ പോലെ ഏതോ ചാനലിലൂടെയോ ഏതോ ലോകത്തിലൂടെയോ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെൻകുമാർ സാർ. അതുമല്ല എൻ്റെ വിഷയം. ഇവർ 3 പേരും സംയോജിക്കുന്ന ഒരു ത്രിമാന ഉജ്ജ്വല തീരുമാനം വന്നത് മീഡിയ വണ്ണിനെതിരെയാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഭംഗിയും രസവുമൊക്കെയുണ്ട്. പണിക്കരെ, മാഷെ, സാറേ, തുടരുക. നിങ്ങൾ 3 പേരും തുടർന്നുകൊണ്ടേയിരിക്കുക.